ആടു പാമ്പേ ആടാടു പാമ്പേ ആടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ കാവിലിളം പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ ആടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ കാവിലിളം പാമ്പേ. പച്ചിപ്പിന്റെ സമൃദ്ധിയും വിശ്വാസങ്ങൾ കെട്ടുപിണഞ്ഞു കിടക്കുന്ന വള്ളിക്കൂട്ടങ്ങളും നാഗങ്ങൾക്കായി ദൈവം കൊടുത്ത സ്വച്ഛശാന്തതയും പക്ഷികൾക്കും പ്രാണികൾക്കും തണലേകുന്ന തരുനിരകളും ഇനിയും പലതും വരച്ചു ചേർക്കാനുണ്ട് ഒരു കാവിന്റെ ചിത്രം പൂർത്തിയാക്കാൻ. നാഗങ്ങൾക്കും നാഗദൈവങ്ങൾക്കും 100 പാലം നൽകി ഇപ്പോഴും ചിലരെങ്കിലും പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയുടെ താളം തെറ്റാതെ കാക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ കാവുകാക്കൽ പ്രകൃതിയെ ആരാധിക്കലാണ്. കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഒലിച്ചുപോയ നന്മകളുടെ കൂട്ടത്തിൽ നമുക്ക് കാവുകളെയും പെടുത്താം. ഒടുവിൽ കാവുകളുടെ സംരക്ഷണത്തിനായി വനം വകുപ്പ് എത്തിയിരിക്കുന്നു. ഇത് ഒരു സന്തോഷ വാർത്തയാണ് പരിസ്ഥിതി പ്രേമികൾക്കും ഒപ്പം വിശ്വാസികൾക്കും. ആടു പാമ്പേ ആടാടു പാമ്പേ ആടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ കാവിലിളം പാമ്പേ. ആടു പാമ്പേ ആടാടു പാമ്പേ ആടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ കാവിലിളം പാമ്പേ. എന്തു കണ്ടിട്ടേതേതു കണ്ടിട്ടാടാടു പാമ്പേ എന്തു കണ്ടിട്ടേതേതു കണ്ടിട്ടാടാടു പാമ്പേ. ആഗോളതാപനത്തിന് മറുമരുന്നാണ് മരങ്ങൾ വെച്ച് പിടിപ്പിക്കൽ. കേരളത്തിലെ വെട്ടി നശിപ്പിക്കപ്പെടാത്ത മരങ്ങൾ ധാരാളം കാണാൻ കഴിയുന്നത് കാവുകളിൽ. അന്തരീക്ഷ ഊഷ്മാവ് കുറയ്ക്കുന്നതോടൊപ്പം പക്ഷിമൃഗാദികളുടെ ആവാസ കേന്ദ്രവുമാണ് കാവുകൾ. പരിസരത്തെ നീരുറവകളുടെ നിലനിൽപ്പിനും കാവുകൾ ഗണ്യമായ പങ്കുവഹിക്കുന്നു. കാവുകളെ സംരക്ഷിക്കുന്നതിനായി പുതിയൊരു പദ്ധതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് വനംവകുപ്പ്. ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കുന്ന ഈ പദ്ധതിയിൽ കാവുകളുടെ സംരക്ഷണത്തിന് പുറമെ കണ്ടൽക്കാടുകളുടെ സംരക്ഷണം ഉൾപ്പെടും. സർക്കാരിന്റെ കണക്കുകൾ അനുസരിച്ച് 1500ഓളം കാവുകളാണ് വനംവകുപ്പിന് കീഴിലുള്ളത്. പദ്ധതിയുടെ ആദ്യ പദത്തിൽ ഈ കാവുകളുടെ സംരക്ഷണ ചുമതലയാണ് വനംവകുപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ഈ പൈസ, ഈ ധനം നമ്മൾ പോസിറ്റീവ് ചിന്താതോടുകൂടി നടപ്പാക്കിയാൽ ജൈവ പരിസ്ഥിതി സംരക്ഷണവും കാവും കുളവും നീർത്തട പദ്ധതിയുമെല്ലാം ഒരു യാഥാർത്ഥ്യമാകും. ഇത് യാഥാർത്ഥ്യമായാലേ പറ്റൂ. നമ്മൾ വരും തലമുറ നിലനിൽക്കണോ? ഇന്ന് തന്നെ ഇപ്പോൾ ഇവിടെ ഒരു സ്ട്രാറ്റജിക്കൽ കണ്ടീഷനിലാണ്. കേന്ദ്ര ഗവൺമെൻറ് ഉദാര രീതിയിൽ തരുന്ന ഈ ധനം മറ്റു ഭാഗങ്ങളിൽ നിന്ന് പോകാതെ ഉദ്ദേശിക്കുന്ന ഈ പ്രവർത്തനയിലേക്ക് തന്നെ ചെലവഴിച്ചാൽ നമ്മുടെ കേരളം പഴയതുപോലെ വന്നില്ല എങ്കിലും എക്കോളജിക്കൽ സിറ്റുവേഷനിൽ ഒരു ഇക്കോ ബാലൻസിങ് സിസ്റ്റമായിട്ട് തന്നെ വരും എന്നുള്ള കാര്യം. കാവുകളിൽ മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാനോ മരങ്ങൾ നശിപ്പിക്കുവാനോ വനംവകുപ്പ് അനുവദിക്കില്ല. മാത്രവുമല്ല, കൂടുതൽ ഔഷധ സസ്യങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളും ഉണ്ടാകും. കാവിലെ മരങ്ങൾ, ജീവജാലങ്ങൾ, വിസ്തൃതി എന്നിവയുടെ വിവരങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കാൻ ഡാറ്റാ ബാങ്കിനായി പ്രത്യേക സമിതിയും രൂപീകരിക്കും. നാലുകാലേ പന്തലകത്തു വന്നാടാടു പാമ്പേ നാലുകാലേ പന്തലകത്തു വന്നാടാടു